നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് നിത്യ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമുക്ക് എനിമീസ് ടു ലവേഴ്സ് ആവുന്ന സ്റ്റോറീസിലെ ഡ്രാമകൾ കണ്ടാലോ. അതായത് നല്ല തുടക്കത്തിൽ ഭയങ്കര ശത്രുക്കളായിരിക്കും, പിന്നീട് അടുക്കും തോറും സ്ലോലി അവർ തമ്മിലൊരു ഫീലിങ്സ് വരികയും അവർ തമ്മിൽ പിന്നീട് ഇഷ്ടത്തിലാവുകയും ചെയ്യുന്ന സ്റ്റോറീസ് ഉള്ള ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. അതുകൊണ്ട് ബെസ്റ്റ് 5 അല്ല, ബെസ്റ്റ് 10 എനിമീസ് ടു ലവേഴ്സ് ഉള്ള കെ ഡ്രാമാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് 2017 റിലീസായിട്ടുള്ള സസ്പീഷ്യസ് പാർട്ണർ. ഇതുണ്ടല്ലോ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ, സസ്പീഷ്യസ് പാർട്ണർ. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് എന്റെ ഫേവറേറ്റ് ആക്ടർ ജി ചാങ് വുക്ക് ആണ് കേട്ടോ. അപ്പൊ ജി ചാങ് വുക്കും നാം ജി ഹ്യൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ് ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് ഇവരുടെ ആ ഒരു കെമിസ്ട്രിയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ഒക്കെ ഇതിൽ ഭയങ്കര രസമാണ്. ജി ചാങ് വുക്ക് ആണെങ്കിൽ ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് കൂൾ ആൻഡ് ഹാൻസം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ ഇതിൽ അഭിനയിച്ചേക്കുന്നത്. അദ്ദേഹം ഇതിലൊരു സീനിയർ പ്രോസിക്യൂട്ടർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. നമ്മുടെ നടിയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള പ്രോസിക്യൂട്ടർ ആണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ഇവര് മീറ്റ് ആക്കുന്നത് എന്തോ ഒരു ബാഡ് ഇംപ്രഷൻ ആണ് പരസ്പരം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ബാഡ് ഇംപ്രഷനിൽ നിന്ന് പരസ്പരം എന്ത് ചെയ്യണം, ഇവര് അങ്ങോട്ടേക്ക് ക്ലോസ് ആവണ്ട എന്നൊരു തീരുമാനത്തിലാണ് എത്തുന്നത്. പക്ഷെ പിന്നീട് ആകെ ലൈഫ് ചേഞ്ച് ആവുകയാണ്. ഇവർ തമ്മിൽ എങ്ങനെയെങ്കിലൊക്കെ ക്ലോസ് ആവേണ്ടി വരികയാണ്. പിന്നീട് ഇവർ സ്ലോലി തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് സസ്പീഷ്യസ് പാർട്ണർ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ആ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഈ ഒരു ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടന്നെ അറിയണം കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 40 എപ്പിസോഡ്സ് ആണുള്ളത്. സോ പിന്നീട് ഉണ്ടാകുന്ന സ്റ്റോറി നിങ്ങൾ കണ്ടന്നെ അറിയണം കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് 2021 റിലീസ് ആയിട്ടുള്ള ഡൂം അറ്റ് യുവർ സർവീസ്. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് സിയോൻ ഗൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ. എന്റെ ഫേവറേറ്റ് ആക്ട്രസ് പാക് ബോയങ് ആണ് കേട്ടോ. അപ്പൊ ഉണ്ടല്ലോ ഈ ഒരു ആക്ട്രസ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഡ്രാമകൾ, അതായത് സ്ട്രോങ് വുമൺ ആയിക്കോട്ടെ, ഓ മൈ ഗോസ്റ്റ് ആയിക്കോട്ടെ, ആ ഒരു ക്യാരക്ടറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ ഈ ഒരു ഡ്രാമയിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ആക്ടർ സിയോൻ ഗൂക്ക് ആണെങ്കിൽ ഇതുവരെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്രാമ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഷോപ്പിംഗ് കിങ് ലൂയിസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം അഭിനയിച്ചേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇതിൽ ഭയങ്കര ഒരു ഡിഫറെന്റ്, അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, വാക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം ഇതിൽ ഭയങ്കര കൂൾ ആൻഡ് ഹാൻസം ആണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ കെമിസ്ട്രി ഇതിൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പാക് ബോയങ് എന്ന് പറയുന്ന ആക്ട്രസ് ഏത് ആക്ടറും ആയിട്ടും ഭയങ്കര കെമിസ്ട്രി ആയിരിക്കും കേട്ടോ. അപ്പൊ അത് ഇതിൽ നിങ്ങൾ മിസ്സാക്കരുത്. അതേപോലെ തന്നെ ഇത് ഭയങ്കര റൊമാൻറ്റിക് ആൻഡ് ഫാന്റസി ഡ്രാമയാണ് കേട്ടോ. നമ്മുടെ കഥയിലെ നായകന് ഇതിന് സൂപ്പർ നാച്ചുറൽ ആയിട്ടൊരു പവർ അദ്ദേഹത്തിന് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആക്ട്രസ് ആണെങ്കിൽ ഇതിലൊരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം ഇവര് ഭയങ്കര ആയിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇവരൊരു ബാഡ് ഇംപ്രഷൻ ആണ് ഉണ്ടാവുന്നത്. സ്ലോലി പിന്നീട് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ് കേട്ടോ. ആ ഒരു സ്റ്റോറിയാണ് ഡൂം അറ്റ് യുവർ സർവീസ് എന്ന് പറയുന്ന ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. തേർഡ് ഡ്രാമയാണ് 2025 റിലീസ് ആയിട്ടുള്ള മൈ ഡിയറസ്റ്റ് നംസിസ്. ഇതിൽ ടൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മൈ ഡിയറസ്റ്റ് നംസിസ്, അതായത് എന്റെ പ്രിയപ്പെട്ട ശത്രു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ നായകനും നായികയും ഫസ്റ്റ് ടൈം ഇതിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. പക്ഷെ ആകെ ടോട്ടൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലം ഇവർ പിന്നീട് ഭയങ്കര ശത്രുക്കളാവുകയാണ്. ശേഷം എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്ന ഒരു സ്റ്റോറിയാണ് മൈ ഡിയറസ്റ്റ് നംസിസ് എന്ന് പറയുന്ന ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് ഈ ഡ്രാമയിലെ കൺസെപ്റ്റും കാസ്റ്റും ആണ് എടുത്തു പറയേണ്ടത് കേട്ടോ. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് മൂൺ ഗായോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ചോയ് ഹ്യൂൻ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഈ ചോയ് ഹ്യൂൻ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ഇതുവരെ അദ്ദേഹം അഭിനയിച്ചേക്കുന്നത് ഒക്കെ സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പൊ ട്വിങ്ക്ലിൻ വാട്ടർമെലൺ ആയിക്കോട്ടെ, വി ഹീറോ ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടാണ് അദ്ദേഹം ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നംസിസ്. കാരണം അദ്ദേഹം ഇതിലൊരു മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ഡ്രാമ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മെയിൻ ലീഡായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സീരിയസ് ക്യാരക്ടർ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയും
എന്ന് അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ കൊണ്ട് തെളിയിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവരുടെ ഒരു കെമിസ്ട്രി എടുത്തു പറയേണ്ടതാണ്. ഇതിൽ മുൻഗായോങ് എന്ന് പറയുന്നത് അവിടുത്തെ തന്നെ സൗത്ത് കൊറിയയിലെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണല്ലോ. അപ്പൊ ഈ ഒരു ആക്ട്രസിന്റെ ഒടൊപ്പമാണ് അദ്ദേഹം ഫസ്റ്റ് ആയിട്ട് മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സീനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ആക്ട്രസിന്റെ ഒടൊപ്പം ബ്ലഷിങ് വരുന്ന ചില സീനുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ നടനും ഭയങ്കരമായിട്ട് ഏജ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവരുടെ ആ ഒരു ആക്ടിങ് തമ്മിൽ ഭയങ്കര നാച്ചുറലും സ്വീറ്റ് ആയിട്ടുമാണ് നമുക്ക് ഫീൽ ആവുന്നത് കേട്ടോ. അദ്ദേഹത്തിന് ഒരു ആക്ടർ ആവാൻ പറ്റുമെന്ന് അദ്ദേഹം ഈ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് നന്നായിട്ടുള്ള ഒരു ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നെംസിസ് എന്ന് പറയുന്നത്. നമുക്ക് റിയലി ഞാൻ എന്തായാലും ഈ ഡ്രാമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് മൈ ഡിയറസ്റ്റ് നെംസിസ്. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ഫോർത്ത് ഡ്രാമയാണ് അവർ ബിലവഡ് സമ്മർ. 2021 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് അവർ ബിലവഡ് സമ്മർ. ഇത് മെയിൽ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് കിം ഡാമി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ചായ് വൂ സിക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി ഇതിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവരുടെ ആ ഒരു ഫേസസ് കാണുന്നത് തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടാണ് കേട്ടോ. സോ ആ ഒരു ക്യൂട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ആ ഒരു ആക്ടിങ്ങും ഇതിലും പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇത് തമ്മിൽ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റും എടുത്തു പറയേണ്ടതാണ്. ഇതിൽ ഓരോ ഡയലോഗ്സ് ആയിക്കോട്ടെ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര മീനിങ് ഫുള്ളും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടാണ് ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഡ്രാമ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കുക, ഹാർട്ട് പറയുന്നത് കേൾക്കുക, അതേപോലെ തന്നെ നമുക്ക് ശരിക്കും എന്താണ് ജീവിതത്തിൽ വേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ സമയങ്ങളിലും ഉണ്ടാവില്ല. ആ ഒരു ബുദ്ധിമുട്ടുള്ള കുറച്ച് സമയങ്ങൾ നീക്കി വെച്ചാൽ നമുക്ക് നല്ല സമയങ്ങൾ വരും എന്നാണ് നമുക്ക് ഈ ഒരു ഡ്രാമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഇവര് റിയലൈസ് ചെയ്യാൻ എന്താണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അവര് റിയലൈസ് ചെയ്യാണ് കേട്ടോ. ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു ഡ്രാമയിൽ ഉണ്ടല്ലോ നമ്മുടെ BTS ഒരു സോങ് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ, ആ ഒരു പാട്ടും വിഷ്വലി ഇവരുടെ ആ ഒരു ആക്ടിങ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആണ് ഈ ഒരു ഡ്രാമയിലൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മിസ്സാക്കരുത്. ഫിഫ്ത്ത് ഡ്രാമയാണ് ക്ലീൻ വിത്ത് പാഷൻ ഫോർ നൗ. ഇത് 2018 റിലീസ് ആയിട്ടുള്ള നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇതിലും ഭയങ്കര ശത്രുക്കളിൽ നിന്ന് ലവേഴ്സ് ആവുകയാണ്. കാരണം നമ്മുടെ കഥയിലെ നായകനുണ്ടല്ലോ, ഇതില് ക്ലീനിങ്ങിന്റെ അസുഖമാണ് കേട്ടോ. അതായത് ക്ലീനിങ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ക്ലീനിങ് ആയിരിക്കും അദ്ദേഹത്തിന്. കൈ ആയിക്കോട്ടെ, എല്ലാം റൂം ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ള എന്തും നല്ല ക്ലീനിങ് ആയിരിക്കണം കേട്ടോ. പക്ഷെ നമ്മുടെ കഥയിലെ നായികയാണെങ്കിൽ ഡെയിലി ഒന്നും കുളിക്കാറ് പോലും ഇല്ല. ഫുഡൊക്കെ ആണെങ്കിലും കഴിക്കുന്നതാണെങ്കിലും റൂം ആയിക്കോട്ടെ ഫുൾ അലങ്കോലായിട്ടും ഫുൾ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ലാത്ത പോലെ ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയുള്ള ആൾക്കാർ തമ്മിൽ മീറ്റ് ആക്കി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ ഇതിലും ഉണ്ടല്ലോ നല്ല ഏജ് ഗ്യാപ്പ് ഉള്ള ഒരു ആക്ടറും ആക്ട്രസും ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് യൂൺ ക്യോൺ സാങ്, കിം യോ ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ്. ഇവരുടെ കെമിസ്ട്രി ഇതിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇതും ഫൺ ആൻഡ് എൻജോയബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ, ക്ലീൻ വിത്ത് പാഷൻ ഫോർ നൗ എന്ന് പറയുന്നത്. ഫസ്റ്റ് 2 എപ്പിസോഡ്സ് ഉണ്ടല്ലോ സ്ലോലി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബോറടിച്ചേക്കാം. പക്ഷെ ഒന്നിരുന്ന് നിങ്ങൾ കണ്ടാൽ അടുത്ത കുറച്ച് എപ്പിസോഡുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ്സാക്കാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ക്ലീൻ വിത്ത് പാഷൻ ഫോർ നൗ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് തരുന്ന ഒരു മെസ്സേജിങ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ലവ്, അല്ലെങ്കിൽ ഈ ലവ് അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ് ചെയ്ത് വരേണ്ട സാധനങ്ങളല്ല, അത് സ്ലോലി അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു മെസ്സേജിങ് ആണ് ഇതിൽ ഈ ഡ്രാമയിൽ നമുക്ക് തരുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 24 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതും നിങ്ങൾക്ക് ഫൺ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. 6th ഡ്രാമയാണ് സോ ഐ മാരിഡ് ആൻ ആന്റി ഫൺ. 2021 റിലീസ് ആയിട്ടുള്ള ഇതും നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുത്ത് പറയാണ്, ഇത് നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണ് കേട്ടോ. സോ ചൈൽഡിഷ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല. മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഒരു റിലേഷൻഷിപ്പ് അവർ എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ 1-2 സീനുകൾക്ക് ജലസി സീനുകളും അതുപോലെ തന്നെ പൊസസീവ് ആയിട്ടുള്ള സീനുകളൊക്കെ ഇതിൽ ക്യൂട്ടായിട്ടാണ് അവർ പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലെ സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ ശത്രു നിന്ന് ലവേഴ്സ് ആവുകയാണ്. അത് സ്ലോലി അവരുടെ ആ ഇമോഷൻസ് വർക്ക്ഔട്ട് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ചോയ് ടെജൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ചോയ് സൂ യങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ കെമിസ്ട്രി ഇതിൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിന്റെ സ്റ്റോറിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ നല്ല വശങ്ങൾ മാത്രമല്ല,
അതായത് ഇതിൽ പോസിറ്റീവ് വശങ്ങൾ മാത്രമല്ല, ബ്രോക്കൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് തകർന്നു പോയിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഈവൻ സൂയിസൈഡ് കേസസ് പോലും അതിലൂടെയൊക്കെ തരണം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള ഇമോഷൻസ് ഒക്കെ ഇതിൽ നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. എൻഡിങ് ആകുമ്പോഴേക്കും നല്ലൊരു പോസിറ്റീവ് നോട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത് കേട്ടോ. സോ ഇമോഷൻസ് നന്നായിട്ട് ഇതിൽ കൺവേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫീൽ ഗുഡ് ഡ്രാമയാണ് സോ ഐ മാരിഡ് ആൻ ആന്റി ഫാൻ. ഇത് ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. 7th ഡ്രാമയാണ് 2009 റിലീസ് ആയിട്ടുള്ള ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ്. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. സ്കൂൾ ഡ്രാമകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റും അതേപോലെ തന്നെ ലവ് ട്രയാങ്കിളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഡ്രാമയിലെ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ലീ മിൻഹോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും കുഹേസൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവര് നന്നായിട്ട് തന്നെ ഇവർക്ക് കിട്ടിയിട്ടുള്ള റോൾ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടോട്ടലായിട്ട് 32 എപ്പിസോഡ്സ് ആണുള്ളത്. ഇവരുടെ കെമിസ്ട്രി ഇത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിലെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാള് പുവർ ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഡ്രാമകൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ടൈം റിച്ച് ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവനോട് ഭയങ്കര ശത്രുതയൊക്കെയാണ്. കാരണം ഇവനാണെങ്കിൽ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്, റാഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഇവൾക്ക് ഇവനോട് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ശത്രുക്കളാണ്. പിന്നീട് പതുക്കെ പതുക്കെ ഇവരുടെ ക്ലോസ് ആവുകയും ഫീലിങ്സ് തമ്മിൽ വർക്ക്ഔട്ട് ആവുകയും ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ പിന്നീട് ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നെല്ലാം നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. ഇത് ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഡ്രാമയാണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് ചിലപ്പോൾ മടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറി ഒക്കെ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഡ്രാമ കണ്ടാൽ മതി കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു എൻഡിങ്ങും ആണ് ഇതിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ഈ ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ. 8th ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള സിൻഡ്രല്ല ആൻഡ് ദ ഫോർ നൈറ്റ്സ്. ഈ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു സിൻഡ്രല്ലയുടെ സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാക് സോഡാം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ജംഗിൽബു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. മെയിൻ ആയിട്ട് ഇവരുടെ ആ ഒരു കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ഇവർ ഭയങ്കര ശത്രുക്കളാണ്, സ്ലോലി പിന്നീട് ഇവര് ഭയങ്കരമായിട്ട് ഇഷ്ടത്തിലാവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ഇമോഷൻസ് എങ്ങനെയായിരിക്കും കൺവേ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ കണ്ടെന്നെ അറിയണം കേട്ടോ. ഇവര് മാത്രമല്ല, ഇതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇതില് ടൈറ്റിൽ ഫോർ നൈറ്റ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ 4 ചെറുപ്പക്കാരുടെ സ്റ്റോറി ഈ ഡ്രാമയിൽ പറയുന്നുണ്ട്. ഇവര് 4 പേരും ഇമ്മച്ചുവർ ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. സോ ഇവളാണ് ഇവരുടെ ആ ഒരു ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് സിൻഡ്രല്ല ആൻഡ് ദ ഫോർ നൈറ്റ്സ്. ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ എടുത്തു പറയേണ്ടത് ഇതിലെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഓരോ പാട്ടുകൾ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഓരോ പാട്ടുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലെ ഓരോ സീനുകളും എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി 9th ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ക്രേസി ലവ്. ഇതിലെ സ്റ്റോറി എന്താണെന്നറിയോ, ഇതിലൊരു മാത്സ് പ്രൊഫസർ തന്റെ സെക്രട്ടറിയെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് യൂണീക്ക് ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ മേക്കിംഗ് തന്നെ വ്യത്യാസമുണ്ട്. കാരണം വില്ലൻസ് പാർട്ട്നേഴ്സ് ആയ എങ്ങനെയായിരിക്കും, അതായത് വില്ലൻസിൽ നിന്നും പാർട്ട്നേഴ്സ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രസന്റ് ചെയ്തേക്കുന്നത് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ക്രിസ്റ്റൽ ജങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും കിം ജെ വൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അതായത് കട്ടയ്ക്കാണ് ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആക്ടിങ് എടുത്ത് പറയുകയാണെങ്കിൽ റൂഡായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും കൂളായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും എല്ലാം ഇതിൽ അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അങ്ങനെ ടോട്ടലി പല ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരികയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു ആക്ടിങ് എടുത്ത് പറയേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാൽ ക്യാഷ് ഒന്നുമല്ല, ക്യാഷ് അല്ലെങ്കിൽ ആഡംബര കാറുകൾ അല്ലെങ്കിൽ ഭയങ്കര ബ്രാൻഡ് ഡ്രസ്സുകളിൽ ഒന്നുമല്ല കാര്യം. നമ്മൾ എങ്ങനെയാണ് നമ്മളെ നോക്കി കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിലാണ് കാര്യം. ബി ട്രൂ, അതായത് സത്യസന്ധരായിട്ടിരിക്കുക, കൈൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു മെസ്സേജിങ് ആണ് ഈ ഒരു ഡ്രാമയിൽ നമുക്ക് തരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന ഒരു ഡ്രാമയാണ് ക്രേസി ലവ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലവ് ട്രയാങ്കിൾ ഇല്ല കേട്ടോ. ബാക്കി എല്ലാ ഡ്രാമയിലും ഈ ലവ് ട്രയാങ്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ഡ്രാമയിൽ മാത്രം ലവ് ട്രയാങ്കിൾ ഇല്ല എന്നുള്ളതാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഈ ഡ്രാമയിൽ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഡ്രാമ ഒന്ന് മറക്കാണ്ട് കണ്ടു നോക്കൂ.
ഇനി ലാസ്റ്റ് ഡ്രാമയാണ് ഷീ വാസ് പ്രിറ്റി. 2015 റിലീസ് ആയിട്ടുള്ള നല്ല റൊമാൻറ്റിക് ആൻഡ് ബ്യൂട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമയാണ് ഷീ വാസ് പ്രിറ്റി. ഇതിലുണ്ടല്ലോ ഇത് നമുക്ക് ഇമോഷൻസ് റോളർ കോസ്റ്റ് പോലെയാണ്. അതായത് ഇതിലിപ്പോ ഉണ്ടല്ലോ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, മീൻസ് എല്ലാ ഇമോഷൻസും ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാക് സ്യോജു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഹ്വാൻ ജയോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ഒക്കെ ഇതിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ആക്ട്രസിന്റെ ആക്ടിങ് ആണ് ഇതിൽ എടുത്തു പറയേണ്ടത് കേട്ടോ. കാരണം ഫണ്ണി ആയിട്ടാണെങ്കിലും നല്ല ഇമോഷണൽ ആണെങ്കിലും നല്ല റൊമാൻറ്റിക് ആയിട്ടാണെങ്കിലും നന്നായിട്ട് തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. സോ ആ ഒരു ആക്ട്രസിന്റെ ആക്ടിങ് ആണ് എടുത്തു പറയേണ്ടത്. പിന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ ഇതിൽ ഭയങ്കര രസമാണ്. നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ്. പിന്നെ കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ആണ് ഇതിൽ കൺവേ ചെയ്യുന്നത്. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ പുറമേ ഉള്ളതല്ല, മനസ്സാണ് നമ്മുടെ ബ്യൂട്ടി എന്നുള്ളൊരു മെസ്സേജിങ് ഇതിൽ നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഈ ഒരു കഥയിൽ നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുകൂടി ഈ ഒരു ഡ്രാമേനെ എൻജോയബിൾ ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, ഫാമിലി റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പല ഇമോഷൻസും അതേപോലെ തന്നെ കുറച്ച് കോമഡിയും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ഷീ വാസ് പ്രിറ്റി. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ശത്രുക്കളിൽ നിന്ന് ലവേഴ്സ് ആവുന്ന സ്റ്റോറീസ് ഉള്ള ഇത്രയും ഡ്രാമകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിരിക്കും. കാണാനായിട്ട് മറക്കരുത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. എന്തായാലും എല്ലാ ഡ്രാമാസിന്റെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ത്രില്ലിങ് പോവില്ലേ. എന്തായാലും ഈ ഡ്രാമകളെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ ഇത്രയും. ഓക്കെ, അപ്പൊ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.